ഏട്ടാ, ഏട്ടന്റെ അമ്മ അർജുനും മയൂരിക്കും എൻഗേജ്മെന്റ് നടത്താൻ തീരുമാനിച്ചു. എന്ത് എൻഗേജ്മെന്റോ? എന്തിനത്ര ധൃതി പിടിക്കുന്നേ? എന്തിനാ ഏതിനാന്നൊന്നും എനിക്കും അറിയില്ല. പക്ഷേ നടത്തിയേ തീരുവെന്ന് നിർബന്ധം പിടിക്കുക. അമ്മ എന്തിനാ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കുന്നത്? എന്താ പറ്റിയത് അമ്മയ്ക്ക്? എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നേ? രാജുവിന് അങ്ങനെ സംഭവിച്ചതോടെ അമ്മയാകെ പേടിച്ചിരിക്കുക. അർജുന് നാഗദോഷം ഉള്ളതാ. അതിന് സർപ്പശാന്തി പൂജ നമ്മൾ നടത്തണം. പക്ഷെ അതിനു മുൻപായി അർജുന് നിശ്ചയം നടത്തണമെന്ന് അമ്മ ഒരേ പിടിവാശിയിൽ നിൽക്കുക. അർജുന് എപ്പോ എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയാ. അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? രാജുവിന്റെ മരണവും അർജുന്റെ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? നോക്ക്, അർജുന് നാഗദോഷം ഉണ്ടെന്നുള്ള കാര്യം ശരിയാ. അതിനെന്തെങ്കിലും പൂജ ചെയ്താ പോരെ? അതല്ലാതെ അവന്റെ കല്യാണം കഴിഞ്ഞാൽ നാഗദോഷം മാറുമെന്ന് ആര് പറഞ്ഞതാ? അതിലെന്താ അർത്ഥം? ഏട്ടാ, അങ്ങനെയൊക്കെ അമ്മയല്ല പറഞ്ഞത്, ജ്യോത്സ്യരാ. താലി കെട്ടി അവന്റെ ദോഷം മാറുമെന്ന് ജ്യോത്സ്യർ പറഞ്ഞു. അതുകൊണ്ടാ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അങ്ങനെ നോക്കിയാ അർജുന് നാഗദോഷം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഏട്ടനായിരുന്നു മുൻപിൽ നിന്ന് അവന് കല്യാണം നടത്തി കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഏട്ടനാണെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഏട്ടനും ഉണ്ട്, ഏട്ടന്റെ ഒരു ബിസിനസ്സും ഉണ്ട്. അതുകൊണ്ടാ അമ്മ ഏട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് പകരം മയൂരിയുമായിട്ട് അർജുന്റെ നിശ്ചയം നടത്താൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, അമ്മ എത്രയും വേഗം നിശ്ചയം നടത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ശക്തമായ കാരണമുണ്ടാവും. ശക്തമായ കാരണമുണ്ടെന്നോ? എന്ത് കാരണം? അതെന്താണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അമ്മയുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു. അതിനുവേണ്ടിയാ എത്രയും വേഗം നിശ്ചയം നടത്താൻ വേണ്ടി അമ്മ ഇങ്ങനെ ധൃതി കാണിക്കുന്നത്. നിശ്ചയം ചിലപ്പോ നാളെയാകാം, അല്ലെങ്കിൽ മറ്റന്നാളും ആകാം. അറിയിക്കേണ്ടത് എന്റെ കടമയാ, അതുകൊണ്ട് പറഞ്ഞു. ബാക്കിയൊക്കെ ഏട്ടന്റെ ഇഷ്ടം. നീ എന്താ ഇങ്ങനെ പറയുന്നേ? എൻഗേജ്മെന്റും കല്യാണവും ഒക്കെ തമാശയാണോ? ഒരുപാട് അറേഞ്ച്മെന്റ്സ് ചെയ്യണം. ഇതെന്താ മിഡിൽ ക്ലാസ് കല്യാണമാണോ? നമ്മുടെ സ്റ്റാറ്റസിന് ചെറിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല, വലുതായി തന്നെ നടത്തണം. വിഷ്ണുവിന്റെ മകന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഇന്റർനാഷണൽ ബിസിനസ്സുകാര്, പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും വരും. അങ്ങനെയുള്ളപ്പോൾ ലളിതമായി കല്യാണം നടത്തിയാൽ സമൂഹത്തിൽ എന്റെ സ്റ്റാറ്റസ് എന്തായി തീരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. നോക്ക് ഹേമ, അമ്മയെ നീ തന്നെ കൺവിൻസ് ചെയ്യണം. കല്യാണം എന്തായാലും ഉടൻ വേണ്ടെന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞു നോക്കിയതാ. പക്ഷെ അമ്മ ഞാൻ പറയുന്നതൊന്നും തന്നെ കേൾക്കുന്നില്ല. അർജുന്റെ കല്യാണം എങ്ങനെ നടത്താമെന്നതിലുപരി അവന്റെ ജീവനാണ് പ്രധാനം. അതുകൊണ്ട് ആർഭാടമായിട്ട് നടത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്നാ പറയുന്നത്. എനിക്കും അമ്മ പറയുന്നത് ശരിയെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാ ഇത് നമ്മുടെ മകന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാ. ഏട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റായിട്ട് വിചാരിക്കരുത്. നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ വിട്ട് അർജുന്റെ ജീവിതത്തെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അർജുന്റെ ജീവന് എപ്പോ എന്ത് ആപത്ത് സംഭവിക്കുമെന്നോർത്ത് അമ്മയ്ക്കും എനിക്കും ഓരോ ദിവസവും പേടി കൂടിക്കൂടി വരിക. ഏട്ടനാണെങ്കിൽ അതേപ്പറ്റി യാതൊരു ചിന്തയുമില്ല. ഏട്ടനോട് ഞാൻ അപേക്ഷിക്കുക, ദയവ് ചെയ്ത് ഇനിയെങ്കിലും അർജുന്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശരി, അമ്മായിയും മരുമോളും കൂടി തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ എന്നോടൊന്നിനാ ചോദിക്കുന്നേ? എല്ലാം നിങ്ങൾ തന്നെ ചെയ്യും. ഇപ്പൊ എങ്ങോട്ടേക്കാ പോകുന്നേ? സ്റ്റഡി റൂമിലേക്ക്. അമ്മേ, ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നതുപോലെ നമ്മുടെ ലക്ഷ്യം നേടാനായി കുറച്ച് സമയം എടുത്തേക്കാം. എന്നാൽ എന്റെ ലക്ഷ്യം നേടുന്നതിനായി ഞാനിപ്പോൾ ശരിയായ പാതയിലാണ് പോകുന്നത്. ചെറിയമ്മ പറഞ്ഞതുപോലെ ഞാൻ അർദ്ധനാഗരൂപത്തിൽ മഹാദേവനെ പ്രാർത്ഥിച്ചു.
അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ വധിച്ചവരിൽ ഒരാളെ എനിക്ക് കൊല്ലാനായി. എന്റെ എതിരാളികളുടെ എണ്ണത്തിൽ ഒരാളുടെ കണക്ക് ഞാൻ തീർത്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെയും കൂടി ആ മഹാദേവന്റെ അനുഗ്രഹത്താൽ ഞാൻ വധിച്ചിരിക്കും. അതിനുശേഷം നമുക്ക് സ്വന്തമാകേണ്ട നാഗമാണിക്യം എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് അമ്മയ്ക്ക് ഞാൻ പുനർജീവൻ നൽകും. വീണ്ടും അമ്മയ്ക്ക് ഞാനൊരു പുതിയ ജീവൻ നൽകും. എനിക്ക് അമ്മയെ വേണം, എനിക്ക് അമ്മയെ വേണം. നിനക്ക് നിന്റെ അമ്മയ്ക്ക് പുനർജന്മം നൽകാൻ കഴിയില്ല അനന്യ. എന്താ ചെറിയമ്മ ഇങ്ങനെ പറയുന്നത്? എന്റെ അമ്മയ്ക്ക് ജീവൻ നൽകാനുള്ള അവസരം എനിക്ക് കിട്ടില്ലെന്നാണോ? എന്തുകൊണ്ടെന്നോ? നിന്റെ ശത്രുക്കളെ കണ്ടുപിടിച്ച് നീ അവരോട് പ്രതികാരം ചെയ്യുന്നത് വരെയും നാഗമാണിക്യം നിനക്ക് കിട്ടില്ല. അത് കിട്ടുന്നത് വരെയും നിന്റെ അമ്മയുടെ ശരീരം ഇതുപോലെ നിലനിൽക്കില്ല. നിന്റെ ശത്രുക്കളെ നീ ഇല്ലാതാക്കുന്നതിനുള്ളിൽ നിന്റെ അമ്മയുടെ ശരീരം എന്നേക്കുമായി നിന്നെ വിട്ടുപോകും. ചെറിയമ്മേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ അനന്യ, നിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 10 വർഷത്തോളമായി. 10 വർഷത്തോളം ആ ശരീരം ഇങ്ങനെ നിലനിൽക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ലെന്നാണോ? അതിന് വേറൊരു മാർഗവുമില്ലേ? വിഷമിക്കാതിരിക്കൂ അനന്യ, അതിനും ഒരു വഴിയുണ്ട്. 10 വർഷത്തിലധികം നിന്റെ മാതാപിതാക്കളുടെ ശരീരം നിലനിൽക്കണമെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും പൂജ ചെയ്തിരുന്ന തക്ഷക വനത്തിലെ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്ത് ആ തീർത്ഥം കൊണ്ടുവന്നിട്ട് അത് നിന്റെ അമ്മയുടെ ശരീരത്തിൽ തളിക്കണം. അപ്പോൾ മാത്രമേ ആ ശരീരത്തെ കുറച്ച് നാളുകൾ കൂടി സൂക്ഷിക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ നിന്റെ അമ്മയെ പുനർജീവിപ്പിക്കണമെന്ന ലക്ഷ്യത്തെ നീ എന്നേക്കുമായി ഉപേക്ഷിക്കണം. ഇല്ല ചെറിയമ്മേ, ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്റെ അമ്മയ്ക്ക് പുനർജീവൻ നൽകിയേ പറ്റൂ. അതിന് എത്ര ബുദ്ധിമുട്ടായാലും ഞാൻ നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യാം. എനിക്ക് ഈ കാര്യം നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു. നിങ്ങൾ കൃത്യസമയത്താണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. ചെറിയമ്മേ, ഇനി ഞാൻ ശിവലിംഗത്തിൽ പൂജ ചെയ്ത് ആ അഭിഷേക തീർത്ഥം എത്ര നാളുകൾക്കുള്ളിൽ അമ്മയുടെ ദേഹത്ത് ആ തീർത്ഥം തളിക്കണം. ഇത് ചെയ്യാനായി നീ ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല അനന്യ. നാളെ വളരെ നല്ലൊരു ദിവസമാണ്. നാളെ സൂര്യഗ്രഹണമുണ്ട്. ആ സമയത്ത് മഹാദേവന് പൂജ ചെയ്താൽ നല്ലത് സംഭവിക്കും. നീ നാളെ തന്നെ തക്ഷക വനത്തിലേക്ക് പോയി നിന്റെ അമ്മയുടെ ശരീരം ശിവലിംഗത്തിന് മുന്നിൽ വെച്ച് പൂജ ചെയ്യും. അതിനുശേഷം ആ അഭിഷേകം ചെയ്ത തീർത്ഥം നിന്റെ അമ്മയുടെ ശരീരത്തിലേക്ക് തളിക്കുക. ചെറിയമ്മേ, അങ്ങനെ തന്നെ ചെയ്യാം. അമ്മയുടെ ഈ ശരീരം ഇനിയൊരു 10 വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ സൂക്ഷിക്കണം. അനന്യ, ഇപ്പോൾ നീ ആദ്യമായി ചെയ്യേണ്ട കാര്യം തക്ഷക വനത്തിലേക്ക് പോവുക എന്നതാണ്. ഞാൻ പോവുകയാണ് ചെറിയമ്മേ. നാളത്തെ ഗ്രഹണ സമയത്ത് അച്ഛനും അമ്മയും പൂജ ചെയ്തിരുന്ന ആ ശിവലിംഗത്തിൽ ഞാൻ പൂജ ചെയ്യും. ആ മഹാദേവന് മുന്നിൽ എന്റെ അമ്മയ്ക്ക് എത്രയും വേഗം തന്നെ പുനർജീവൻ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ശത്രുക്കളെ വധിക്കാനായി എനിക്കിനിയും ശക്തി നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കാം. മന്ത്രശക്തികൾ പഠിച്ചെടുക്കാൻ രുദ്രന് പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. രുദ്രനെ കൊണ്ട് സർപ്പസംഹാര വിദ്യ പഠിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇവൻ എന്റെ സംശയങ്ങളെ അകറ്റി ധ്യാനനിരതനായിരിക്കുകയാണ്. കാലഭൈരവന്റെ അനുഗ്രഹം ഇവന് തീർച്ചയായും ലഭിക്കും. നാഗകന്യക, ആ നാഗകന്യകയെ വധിക്കുവാൻ എന്റെ ശക്തിയോടൊപ്പം ഈ രുദ്രന്റെ ശക്തിയും ഒന്നിച്ചു ചേരും. നാഗകന്യകയെ, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാകില്ല.
സാധ്യതയില്ല. എന്റെ ശ്രദ്ധ തെറ്റിക്കാനെ ആ നാഗമാണിക്യം കൺമുമ്പിൽ തെളിയുകയാണല്ലോ. എനിക്കത് വേണം. അതിനുവേണ്ടി ആ കാലഭൈരവന്റെ അനുഗ്രഹം നേടുകയാണ് ഞാൻ. ഇപ്പോ ആ നാഗമാണിക്യത്തോടുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് എന്റെ തപസ് മുടക്കാനായി ശ്രമിക്കുകയാണ് ആ നാഗകന്യക. ഞാനതിൽ പരാജയപ്പെടില്ല. രുദ്ര, നിന്റെ മനസ്സിനെ തോൽക്കാൻ അനുവദിക്കരുത്. ഇല്ല, വിടരുത്. സർപ്പസംഹാര വിദ്യ പഠിക്കുന്ന സമയത്ത് ധാരാളം തടസ്സങ്ങൾ വരിക സ്വാഭാവികം. നീ അതിലൊന്ന് ശ്രദ്ധ കൊടുക്കരുത്. തുടരൂ, ധ്യാനം തുടരൂ. വാണി, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തു പറ്റി മോളെ? രുദ്രൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല അമ്മേ, അദ്ദേഹം ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. ഇതുവരെയും വന്നിട്ടില്ല. രാത്രിയെങ്കിലും എത്തുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. ഫോണിലും വിളിച്ചു. അദ്ദേഹം ഫോണും എടുത്തില്ല, വീട്ടിലേക്കും വന്നില്ല. നീ ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാ എങ്ങനെയാ വാണി? അല്ല, രുദ്രൻ വീട് വിട്ട് വെളിയിൽ പോകുന്നതും ഏതെങ്കിലുമൊക്കെ സമയത്ത് കേറി വരുന്നതും അത്ര പുതുമയുള്ള കാര്യമല്ലല്ലോ. എന്തോ ആവശ്യത്തിന് പോയപ്പോ താമസിച്ചു കാണും. അതുകൊണ്ട് ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. അവൻ വന്നോളൂ മോളെ. ഇല്ല ഇടത്തി, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് മരിച്ചത് മുതൽ അദ്ദേഹത്തിന് നല്ല പേടിയുണ്ട്. ഇല്ല ഇടത്തി, അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ഭയം ഉണ്ടെന്ന് എനിക്ക് തോന്നി. വാണി, രാജു ആത്മഹത്യ ചെയ്തതിന് രുദ്രൻ എന്തിനാ പേടിക്കുന്നത്? അതൊക്കെ നിന്റെ തോന്നല. രുദ്രൻ ധൈര്യശാലിയാ, അവൻ അങ്ങനൊന്നും പേടിക്കില്ല. ദേ നോക്ക്, നീ വിഷമിക്കാതിരിക്കെ, അവനൊന്നും സംഭവിക്കില്ല. അത് അങ്ങനെയല്ല അമ്മേ. വാണി, അമ്മ പറയുന്ന കാര്യം ശരിയാ. രുദ്രൻ നമ്മുടെ അർജുനെ പോലെ കൊച്ചുകുട്ടിയല്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഹേമ, ഇന്നു മുതൽ ഒരു കാരണവശാലും നമ്മുടെ അർജുനെ മുറിയിൽ നിന്നും പുറത്തേക്ക് വിടരുത്. ഉടൻ തന്നെ അവന്റെ എൻഗേജ്മെന്റ് നടത്തണം നമുക്ക്. അത് ഓക്കെ അമ്മേ. പക്ഷേ അവന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ എങ്ങനെയമ്മേ? അതിനു പോലും പുറത്തേക്ക് വിടണ്ട. എന്തു വേണമെങ്കിലും അവന്റെ മുറിയിൽ കൊണ്ട് കൊടുക്ക്, ജനൽ വഴി കൊടുക്ക്. ശരിയമ്മേ, അങ്ങനെ തന്നെ ചെയ്യാം. നോക്ക് ഹേമ, നിന്റെ മോൻ അതും ഇതെന്നൊക്കെ പറഞ്ഞ് പുറത്തു പോകാൻ ഭയങ്കര ബുദ്ധിയുള്ളവനാണല്ലോ. നീ അവന്റെ വാക്ക് കേട്ട് മയങ്ങിപ്പോയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അതെന്താന്ന് വെച്ചാ, അല്ലെങ്കിൽ തന്നെ അർജുന് വീട്ടിൽ തന്നെ ഇരുന്ന് ശീലമൊന്നുമില്ല. എപ്പോഴും കറങ്ങി നടക്കുന്ന ഒരുത്തനെ പെട്ടെന്നിങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്തണോന്നൊക്കെ പറഞ്ഞാ. ദേ നോക്ക്, ഇതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അവന്റെ ജീവൻ ആപത്താണ്. അവനെ നമ്മൾ രക്ഷിക്കണമെങ്കിൽ നീ നിന്റെ മനസ്സിനെ കുറച്ച് കല്ലാക്കേ പറ്റൂ. പോ, അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവന്റെ റൂം ലോക്ക് ചെയ്തിട്. ശരിയമ്മേ.
തെറ്റ് ചെയ്യുകയാണെന്ന് തോന്നുക അർജുൻ. പക്ഷെ ഞാൻ മിണ്ടാതിരുന്ന നീ തെറ്റ് കാണിക്കും. വെറുതെ വിട്ട ഒരു കാരണവും ഇല്ലാതെ നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കും. പ്രസവിച്ച അമ്മയുടെ വേദന നിനക്ക് അറിയില്ലടാ. അതുകൊണ്ടാ അമ്മ പറയുന്നത് ശരിയാണെന്ന് തോന്നി ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകുന്നത് വരെ നീ അകത്ത് തന്നെ ഇരിക്കണം. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടി അർജുൻ. എന്നോട് ക്ഷമിക്ക്. അമ്മേ, ഞാനും അമ്മയും പിന്നെ അച്ഛനും നമ്മളെല്ലാവരും പൂജിച്ചിരുന്നു തക്ഷക വനത്തിലെ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തി ആ തീർത്ഥജലം ഞാൻ അമ്മയുടെ ദേഹത്ത് തളിക്കാം. അതിലേക്കായി എന്നോടൊപ്പം അമ്മയെയും തക്ഷക വനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ അമ്മയുടെ ഈ ശരീരം ഇനി ഒരു 10 വർഷം കൂടി സൂക്ഷിച്ചു വെക്കാൻ പറ്റൂ എന്ന് ചെറിയമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമ്മ എന്നെ വിട്ട് എന്നേക്കുമായി അകന്നു പോവും. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അമ്മയ്ക്ക് ഞാൻ ജീവൻ തിരികെ നൽകും. അമ്മയോടൊപ്പം എനിക്ക് ഇനിയും ജീവിക്കണം. എനിക്ക് അമ്മയുടെ സ്നേഹം വേണം, അമ്മയുടെ വാത്സല്യം വേണം. ഈ ശരീരം കൂടെയുള്ളത് കൊണ്ടാണ് അമ്മ എന്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ എനിക്കുള്ളത്. ഇതും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതം കഷ്ടമായി പോയേനെ. ഇനിയൊരു പക്ഷേ അമ്മയുടെ ഈ ശരീരം എന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും അമ്മയെ പോലെ എന്നെ ഈ ലോകം വെടിഞ്ഞേനെ. അച്ഛന്റെ ശരീരം ശത്രുക്കൾ കത്തിച്ചു എന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞത്? എന്നാൽ അത് ഇവിടെ എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ അച്ഛന്റെ മൃതശരീരം എന്റെ കൈകളിൽ എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ ദിവസങ്ങൾ കഴിയും തോറും കൂടി വരികയാണമ്മേ. വേണ്ടപ്പെട്ട ആരുടെ കയ്യിൽ അച്ഛന്റെ മൃതശരീരം ഭദ്രമായി ഇരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ. പക്ഷെ അതാരാണെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ എന്റെ ഈ വിശ്വാസം സത്യമാണോ കള്ളമാണോ എന്ന് പോലും എനിക്കറിയില്ല. അച്ഛന്റെ മൃതശരീരം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മഹാദേവൻ അച്ഛന് ചിലപ്പോൾ മോക്ഷം കൊടുത്തിട്ടുണ്ടാവാം. ഇനി ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തെ എന്റെ മഹാദേവൻ സംരക്ഷിക്കും. അല്ല, ഈ ഡോറിന് എന്താ പറ്റിയത്? തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ആരും പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കാൻ തോന്നുന്നു. എന്റെ റൂമിന്റെ ഡോർ ആരായിരിക്കും ലോക്ക് ചെയ്തത്? ഇതാ മയൂരുടെ പണി തന്നെ ആയിരിക്കും. എപ്പോ നോക്കില്ല ഇവൾക്ക് എന്റെ അടുത്തൊരു കുട്ടിക്കളി മാത്രമേ ഉള്ളൂ. വീട്ടുകാരാണെങ്കിൽ മയൂരി എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. അവളെങ്ങനും കെട്ടിക്കഴിഞ്ഞാ എന്റെ ജീവിതം പിന്നെ അധോഗതിയായിരിക്കും. ഗോവിന്ദ. അമ്മേ, അമ്മേ, പുറത്ത് ആരും ഇല്ലേ? എന്റെ ഡോർ ലോക്ക് ആയി പോയി. ആരെങ്കിലും ഒന്ന് തുറക്ക. മുത്തശ്ശി, അമ്മേ. ഓഹോ, കാലത്ത് തന്നെ ഒരുങ്ങി വീട് വിട്ട് കറങ്ങി നടക്കാൻ റെഡി ആയിരിക്കാണെന്ന് തോന്നുന്നു. അമ്മ, കഥകൊന്ന് തുറക്ക് പ്ലീസ്. അതുകൊണ്ടാ കഥക തുറക്കെന്നും പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്നത്. അമ്മ ഒന്ന് പെട്ടെന്ന് വാ അമ്മേ, എനിക്ക് ഓഫീസിൽ പോണം, ലേറ്റ് ആയി. ഇവൻ ഇതെന്ത് ചെറുക്കനാണോ എന്തോ. ഇവനെ ഒന്ന് കല്യാണം കഴിപ്പിക്കുന്നത് വരെ
ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അമ്മ, ഒന്ന് തുറക്ക. അർജുൻ. അമ്മേ. എന്താ അർജുൻ? അമ്മേ, അമ്മ ഇവിടെ നിൽക്കായിരുന്നോ? കണ്ടില്ലേ അമ്മ, ആ മയൂരി ആണെങ്കിൽ ഡോർ ലോക്ക് ചെയ്തിരിക്കുക. ഒന്ന് വേഗം വന്ന് കഥ തുറക്കമ്മേ, എനിക്ക് പോയിട്ട് അർജന്റ് കാര്യമുണ്ട്, അതുകൊണ്ടാ. നീ എന്തിനാടാ ആ പാവത്തിന് വഴക്ക് പറയുന്നേ? നിന്റെ റൂം ലോക്ക് ചെയ്തത് ഞാനാ, അവളല്ല. അമ്മയോ?